മണികർണിക. നാനാജാതികളായി തരംതിരിക്കപ്പെട്ടവർ അവസാനം ഏകജാതികളായി ഇവിടെ എരിഞ്ഞുതീരുന്നു. മഞ്ചലിലേറ്റി പട്ടിൽ പൊതിഞ്ഞ് ജമന്തിമാലകൾ കൊണ്ട് അലങ്കരിച്ച മൃതദേഹങ്ങൾ തങ്ങളുടെ ഊഴവും കാത്ത് കാട്ടിൻ്റെ പല ഭാഗങ്ങളിലായി വിശ്രമിക്കുന്നു. വറ്റിയ കണ്ണീർത്തടങ്ങളുമായി തലയ്ക്ക് കൈകൊടുത്ത് അവയ്ക്കരികിൽ കാത്തിരിക്കുന്ന ബന്ധുജനങ്ങൾ. കാശിയിൽ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്യുന്നത് പുനർജന്മചക്രങ്ങളിൽ നിന്നുള്ള മോചനം കൂടിയാണെന്നാണ് വിശ്വാസം. നൂറുകണക്കിന് മൃതദേഹങ്ങൾ ദിവസവും കത്തിയെരിയുന്ന ആ ശ്മശാനഭൂമി എപ്പോഴും മൂടൽമഞ്ഞ് പോലെയുള്ള പുകയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കും. മരണമെന്ന മഹാസത്യത്തെക്കുറിച്ചും മനുഷ്യനെന്നാൽ ഒരു പുൽക്കൊടിയുടെ വില പോലും ഇല്ലാത്തവനാണെന്നും ലൗകികത എന്നത് എത്ര താൽക്കാലികമാണെന്നും മണികർണിക നമ്മളെ പഠിപ്പിക്കുന്നു. ജാതിയുടെ പേരിലും സ്ഥാനമാനങ്ങളുടെ പേരിലും പരസ്പരം കലഹിക്കുന്ന വിഡ്ഢികൾ ഇവിടെ ഒന്ന് കുറച്ചുനേരം നിന്നാൽ എല്ലാത്തിൻ്റെയും അവസാനത്തിൽ താൻ ഒരു പിടി ചാരം മാത്രമാണെന്ന മഹാസത്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇവിടെ അലഞ്ഞു തിരിയുന്ന നാൽക്കാലികളുടെ കരച്ചിലും നായ്ക്കളുടെ ഓരിയിടലും കേട്ടപ്പോൾ അത് മോക്ഷം കിട്ടാത്ത ആത്മാക്കളുടെ നിലവിളിയാണെന്ന് ഒരു നിമിഷം തോന്നിപ്പോയി. വാരണാസിയിൽ ഗംഗാതീരത്തുള്ള 88 ഘാട്ടുകളിൽ 2 എണ്ണം ശ്മശാനഘട്ടമാണ്, ഹരിശ്ചന്ദ്രഘട്ടും മണികർണികാഘട്ടും. ഇതിൽ ഹരിശ്ചന്ദ്രഘട്ടിന് ആദി മണികർണികാഘട്ട് എന്നൊരു പേരുകൂടിയുണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യം മണികർണികാഘട്ടിന് തന്നെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി നിർത്താതെ ചിതയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്മശാനഭൂമി. പുരാണങ്ങളിൽ കാശിയെ വിശേഷിപ്പിക്കുന്നത് തന്നെ മഹാശ്മശാൻ, അവിമുക്ത എന്നൊക്കെയാണ്. ഏറ്റവും മഹത്തായ സംസ്കാര സ്ഥലം അല്ലെങ്കിൽ മഹത്തായ ശ്മശാനം എന്നു തന്നെയാണ് ആ പദം അർത്ഥമാക്കുന്നത്. അതുപോലെ അവിമുക്ത എന്ന പദവും മോക്ഷവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ നിന്നും പുരാതന കാലം മുതൽക്ക് തന്നെ ഈ ഒരു വിഷയത്തിൽ കാശിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. മരണം എന്നത് ഒരവസാനമല്ലെന്നും അതിനുശേഷം അയാളുടെ കർമ്മഫലമനുസരിച്ച് മരണാനന്തര ജീവിതമുണ്ടാകും എന്നുമാണല്ലോ വിശ്വാസം. കാശിഖണ്ഡമനുസരിച്ച് കാശിയിൽ ജീവൻ വെടിയുന്നവരുടെ അല്ലെങ്കിൽ സംസ്കരിക്കപ്പെടുന്നവരുടെ ചെവിയിൽ ഭഗവാൻ ശിവൻ തന്നെ മുക്തി നേടുന്നതിനായി താരകമന്ത്രം മോദിക്കൊടുക്കുമത്രേ. പാർവതീദേവി ആ വ്യക്തി ധരിച്ചിരിക്കുന്ന സംസാരബന്ധമെന്ന ആവരണങ്ങൾ അഴിച്ചു മാറ്റുമത്രേ. അങ്ങനെ മായ എന്ന മൂടുപടം നീങ്ങി ആ ജീവന് മുക്തി നേടാനും കഴിയും എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് കാശിയിലെ മരണത്തെ മംഗളമായി വിശേഷിപ്പിക്കുന്നത്. ഒരു വ്യക്തി ജീവിതത്തിൽ എത്ര ദുഷ്ടനോ പാപിയോ ആയിരുന്നാലും ഇവിടെ മരിച്ച് സംസ്കരിക്കപ്പെട്ടാൽ മോക്ഷം ഉറപ്പാണത്രേ. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ മറ്റൊരു കാര്യം കൂടി പുരാണങ്ങൾ പറയുന്നുണ്ട്. മുജ്ജന്മങ്ങളിലെ കർമ്മഫലം നന്നായിരിക്കണം എന്നതാണത്. മണികർണിക ഒരു ശക്തിപീഠം കൂടിയാണ്. ദക്ഷയാഗത്തിനിടെ അപമാനം സഹിക്കവയ്യാതെ ദേഹത്യാഗം ചെയ്ത സതീദേവിയുടെ ശരീരവും എടുത്തുകൊണ്ട് ദുഃഖിതനായി നടന്ന ഭഗവാൻ മഹാദേവനെ സമാധാനിപ്പിക്കുന്നതിനായി ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം കൊണ്ട് ദേവിയുടെ ശരീരത്തെ 51 ഭാഗങ്ങളാക്കി ഛേദിച്ചു. ആ ശരീരഭാഗങ്ങൾ വന്നു വീണ ഭാരതത്തിലെ വിവിധ ഭാഗങ്ങളെയാണ് ശക്തിപീഠങ്ങളെന്ന് പറയുന്നത്. അതിൽ ദേവിയുടെ കർണഭാഗങ്ങൾ വന്നു പതിച്ച ഭാഗമാണ് മണികർണിക. കാശിയിലെ വിശാലാക്ഷി ക്ഷേത്രമാണ് ഈ ശക്തിപീഠം. കാശിയുടെ നാഭിസ്ഥാനമാണത്രേ മണികർണിക. അതുകൂടാതെ മഹാശ്മശാനനാഥ ശിവക്ഷേത്രവും ഈ ഘട്ടിനോട് ചേർന്ന് തന്നെയുണ്ട്. ഘട്ടിനടുത്തായി മണികർണികാകുണ്ട് എന്നറിയപ്പെടുന്ന ഒരു തീർത്ഥസ്ഥാനം കൂടിയുണ്ട്. സത്യയുഗത്തിൽ ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രത്താൽ കുഴിച്ചു എന്ന് പറയപ്പെടുന്ന ഈ കുളം വളരെ പ്രാധാന്യമുള്ളതാണ്. ശിവനും പാർവതീദേവിയും കൂടി ഈ കുളത്തിൽ സ്നാനം ചെയ്യവേ ഭഗവാന്റെ കർണാഭരണങ്ങളിലൊന്ന് ഈ കുളത്തിൽ വീണുപോയി എന്നൊരു സങ്കല്പവുമുണ്ട്. അതിനാൽ ചക്രപുഷ്കരണി മണികർണികാകുണ്ട് എന്നൊരു പേരും ഈ കുളത്തിനുണ്ട്. ആളുകൾ സംസ്കാരത്തിനു ശേഷം ഈ കുളത്തിലിറങ്ങി മുങ്ങി ദേഹശുദ്ധി വരുത്തുന്ന ഒരു പതിവുമുണ്ടായിരുന്നു. കൂടാതെ ചന്ദ്രഗ്രഹണ സമയത്തും അക്ഷയതൃതീയ ദിനവും ആചാരപരമായി കുളത്തിൽ സ്നാനം ചെയ്യുന്നതും വളരെ പ്രധാനമാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കാൽപാദങ്ങളെന്ന വിശ്വാസത്തിൽ ചരൺപാതുക എന്നൊരു ഭാഗവും ഇവിടെയുണ്ട്. മണികർണികാഘട്ടിലെ സംസ്കാര ചടങ്ങുകൾ നിർവഹിക്കുന്നത് ഡോമുകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമാണ്. അവരിലെ തലവൻ അറിയപ്പെടുന്നത് ഡോം രാജ എന്നാണ്. കാശിയിൽ 2 രാജാക്കന്മാരാണ്. തദ്ദേശീയരോട് ചോദിച്ചാൽ അവർ പറയും, ഇസ്ലിയെ കഹത്തെ ഹേ കാശി മേം 2 രാജ.
ഏക് കാശി നരേഷ് ദൂസര ഡോം രാജ. ഒന്ന് കാശി വിശ്വനാഥനും രണ്ടാമത്തേത് ഡോം രാജയും. പക്ഷേ രാജാവിൻ്റെ സ്ഥാനം ഈ ഘാട്ടിൽ മാത്രമേ ഉള്ളൂ. അവർ പറയുകയാണ്, ഇവരെ കണ്ടാൽ ആളുകൾ വഴിമാറിപ്പോകും. ചന്തയിൽ വെച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടി വന്നാൽ എനിക്ക് ആ ഗ്ലാസ്സിൽ നിന്ന് തൊടാൻ പോലും പറ്റില്ല. അവർ ഒഴിച്ചു കൊടുക്കുക മാത്രമേ ഉള്ളൂ. മറ്റു വീടുകളിൽ ഇവരെ കയറ്റുകയോ ഇവരെ മറ്റുള്ളവർ തൊടുകയോ പോലുമില്ല. ഇവരെ തൊട്ടാൽ കുളിക്കണമെന്നാണ് നിയമം. എന്തിന്, കാശി വിശ്വനാഥ ക്ഷേത്രത്തിലുൾപ്പെടെ നഗരത്തിലെ പല ക്ഷേത്രങ്ങളിലും ഇവർക്ക് കയറാൻ പോലും അനുവാദമില്ല. പക്ഷേ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇവരെയും കാത്തുകെട്ടി ആളുകൾ ഇരിക്കുകയും ചെയ്യും. എന്തൊരു വിരോധാഭാസമാണിത്! സമൂഹത്തിൽ അവഗണന അനുഭവിക്കുമ്പോഴും ഇവിടെ അവർ രാജാക്കന്മാരാണ്. വാരണാസിയിലെ എല്ലാ ഡോമുകളുടെയും കുടുംബപ്പേര് ചൗധരി എന്നാണ്. ഈ ശ്മശാനഘട്ടിൻ്റെ പരിപാലകരും ഇവിടുത്തെ ചിതയിൽ പകരാനുള്ള അഗ്നിയുടെ സൂക്ഷിപ്പുകാരും ഇവരാണ്. ഈ ഘട്ടിൻ്റെ മുകളിലായി ഒരു ഭാഗത്ത് ഈ അഗ്നി സൂക്ഷിച്ചിരിക്കുന്ന ഭാഗവും കാണാം. ഒരു ചിതയിലേക്ക് ആവശ്യമായ 5 വിറകുകൾ ആദ്യം നൽകുന്നതും ഇവരാണ്. തുടർന്ന് ഒരു പുൽക്കെട്ടിൽ പവിത്രമായ അഗ്നി പകർന്ന് മരിച്ചയാളുടെ ബന്ധുവിന് കൈമാറുകയും ചെയ്യും. അതുപയോഗിച്ചാണ് അയാൾ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടത്. ഈ അഗ്നിക്ക് പ്രത്യേക നികുതിയും കൊടുക്കണം. അഗ്നിക്കർ എന്നാണ് ഇതിന് പറയുക. മുനിസിപ്പാലിറ്റി ഇതിനൊരു തുക നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ ആളും തരവും നോക്കി പൈസ വാങ്ങും. ഇവിടെ ചടങ്ങുകൾക്കപ്പുറം ഇതൊരു വലിയ ബിസിനസ് കൂടിയാണ്. ഇവിടെ 200ഓളം ഡോം കുടുംബങ്ങളുണ്ട്. ഓരോ കുടുംബത്തിലും ഓരോ ഡോം രാജമാരും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങുകൾക്ക് ധാരാളം ഇടനിലക്കാരുമുണ്ട്. ഈ ഘാട്ടുമായി ബന്ധപ്പെട്ട് നേരിട്ടുമല്ലാതെയും 5000ഓളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. പ്രധാന ഇനം ഇതിനുള്ള വിറക് തന്നെയാണ്. ഡോമുകൾക്കും ഇതിൻ്റെ കച്ചവടമുണ്ട്. പുറത്തുള്ളവർ വേറെ ഗോഡൗണുകളിലും വഴിയരികിലുമൊക്കെ വിറകുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. അതും പലതരത്തിലുള്ള മരങ്ങളുടെ. ദരിദ്രരായവർ സാധാരണ മരങ്ങളും അതേസമയം സമ്പന്നരായവർ ചന്ദനത്തടികളും മറ്റും വാങ്ങും. ഇവിടെ മാൻ എന്നാണ് തടികളുടെ അളവിനെ പറയുന്നത്. അതായത് ഒരു മാൻ തടി എന്ന് പറഞ്ഞാൽ 40 കിലോഗ്രാമാണ്. ഇത്തരത്തിൽ 300 കിലോഗ്രാം മരമെങ്കിലും ഒരു ശരീരത്തിന് ആവശ്യമാണ്. അതായത് ശരീരങ്ങളുടെ വലിപ്പമനുസരിച്ച് 5, 7, 9, 11 ഈ അളവുകളിലുള്ള മാൻ തടികൾ വേണ്ടിവരും. ഇത്തരത്തിൽ 100ഓളം ശരീരങ്ങൾ ഒരു ദിവസം ദഹിപ്പിക്കണമെങ്കിൽ എത്ര കിലോ തടി വേണ്ടിവരും? അതായത് ശരാശരി ഒരു ശരീരത്തിന് 400 മുതൽ 500 കിലോ വരെ വിറക് ആവശ്യമാണ്. അതായത് 4000-5000 കിലോഗ്രാം വിറക് ഒരു ദിവസം മാത്രം വേണ്ടിവരും എന്നർത്ഥം. പണമില്ലാത്തവർ തടിയുടെ കൂടെ ചാണകവിരളികളും ഉപയോഗിക്കും. ഇതൊരു വലിയ കച്ചവടം തന്നെയാണിവിടെ. മറ്റ് ചടങ്ങുകൾക്ക് ആവശ്യമുള്ള നെയ്യ്, എണ്ണ, മഞ്ഞൾ, എള്ള്, ബാർലി, ചന്ദന കഷ്ണങ്ങൾ, ധൂപക്കൂട്ടുകൾ, പൂക്കൾ, നാളികേരം, പഴങ്ങൾ, മൂടാനുള്ള വസ്ത്രങ്ങൾ, മുളം കട്ടിലുകൾ, മാലകൾ, അങ്ങനെ ആ ലിസ്റ്റ് നീളും. ഇത് വേണമെങ്കിൽ പാക്കേജായിട്ടും ആളുകൾ ചെയ്തു കൊടുക്കും. ഈ ഘാട്ടിന് ചുറ്റും ഒന്ന് നടന്നു നോക്കിയാൽ ഒരുപാട് കാഴ്ചകളും കാണാം. വിറകുകൾ വാങ്ങാൻ നിൽക്കുന്നവരും ഇതിനുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളും, ഒരു ബനാറസി മീഠാപ്പാൻ പൊതിയുന്ന ലാഘവത്തോടെ മൃതശരീരം പട്ടിൽ പൊതിഞ്ഞ് മാലകൾ ചാർത്തി അലങ്കരിച്ചു കൊടുക്കുന്നവരും, അതേസമയം ഇതൊക്കെ കണ്ട് കൺകോണിലൊരു നനവുമായി നോക്കി നിൽക്കുന്ന ഉറ്റ ബന്ധുക്കളും. ഈ ശ്മശാനഘട്ടം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. ആരെയും ഒരു തത്വചിന്തകനാക്കി മാറ്റും. മണികർണിക ഘട്ടിനുള്ളിൽ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകൾക്കായി നീക്കി വച്ചിരിക്കുന്ന പല ഭാഗങ്ങളുമുണ്ട്. വിവിധ ജാതികൾക്കായി തന്നെ. രാജകുടുംബാംഗങ്ങളും മറ്റും ഒരു വേദി തന്നെ അതിനായി പാട്ടത്തിനെടുത്തിട്ടുണ്ട്. അവിടെ മറ്റാരെയും ദഹിപ്പിക്കാൻ പാടുള്ളതുമല്ല. തൊട്ടുകൂടാത്തവരെയും ദരിദ്രരെയുമൊക്കെ ഘാട്ടിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ സംസ്കരിക്കുന്നു. പക്ഷേ ഇവർക്കെല്ലാം ചിതയിലേക്കുള്ള അഗ്നി കൊടുക്കേണ്ടത് തൊട്ടുകൂടാത്തവനായ ഡോം കുടുംബം തന്നെ വേണം താനും. മണികർണികയിൽ ദഹിപ്പിച്ചുകൂടാത്ത ചില വിഭാഗങ്ങളുമുണ്ട്. ഗർഭിണികൾ, 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ജീവഹത്യ ചെയ്തവർ, പാമ്പുകടിയേറ്റ് മരിച്ചവർ, കുഷ്ഠരോഗികൾ എന്നിവർ. കാരണം അവരുടെ ആത്മാക്കൾ ജനനത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും ചക്രത്തിൽ നിന്ന് മോചനം നേടാൻ യോഗ്യരായിട്ടില്ല എന്ന വിശ്വാസമാണ് ഇതിന് കാരണം. പിന്നെ മറ്റു ചില പ്രത്യേകതകളുമുണ്ട്. വിവാഹിതരായി കുട്ടികളെയൊക്കെ വളർത്തി പ്രായപൂർത്തിയായി മരിക്കുന്ന ആളുകളെ വർണ്ണാഭമായ സിൽക്ക് തുണി കൊണ്ട് പൊതിഞ്ഞ് ജമന്തിമാലകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാവും. പിന്നെ ചുവന്ന നിറമുള്ള തുണിയിൽ പൊതിഞ്ഞ് പൂക്കളും കുങ്കുമവും കൊണ്ട് അലങ്കരിച്ച ശരീരങ്ങളുണ്ട്. അവ പൂർണ്ണ ജീവിതം നയിച്ച സ്ത്രീകളുടേതാണ്. അതായത് ആൺമക്കളെ പ്രസവിച്ചവരും ഭർത്താവിന് മുൻപ് മരിച്ചവരുമായ സ്ത്രീകളാണിത്. അവരെ സുഹാഗൻ എന്നാണ് വിളിക്കുക, അതായത് ഭാഗ്യം ചെയ്തവർ. അതുപോലെ വെളുത്ത തുണിയിൽ പൊതിഞ്ഞതും ഏതെങ്കിലും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതുമായ ചില മൃതദേഹങ്ങളുണ്ടാവും. അവർ പ്രായം കണക്കിലെടുക്കാതെയുള്ള വിധവകളായിരിക്കും.
ഇതുപോലെ താരതമ്യേന ചെറുപ്പത്തിൽ മരിക്കുന്ന പുരുഷന്മാരെയും വെളുത്ത വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ടാവും. എന്നാലും അവരെ നല്ല പൂക്കളും മാലകളും ഒക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാവും. അങ്ങനെ പല പല രീതികൾ. മരിച്ചവരുടെ ആത്മാവ് എത്ര ശ്രേഷ്ഠമാണോ അത്രയും വേഗത്തിൽ ദഹിച്ച് ഭസ്മമാകുമെന്നും ആഗ്രഹങ്ങളില്ലാത്ത ഒരാളുടെ ശരീരം ഭാരം കുറഞ്ഞതായിരിക്കുമെന്നും വിശ്വാസമുണ്ട്. ഇവിടുത്തെ സംസ്കാര ചടങ്ങുകൾക്കും ചില പ്രത്യേകതകളുണ്ട്. ഈ ഡോമുകൾക്ക് സംസ്കാര ചടങ്ങുകളുടെ ചുമതല ലഭിക്കുന്നതിന് പുറകിലും ഒരു കഥയുണ്ട്. ഒരിക്കൽ ശിവനും പാർവതീദേവിയും ഗംഗയിൽ സ്നാനം ചെയ്യുന്നതിനിടെ ദേവിയുടെ കമ്മൽ കളഞ്ഞു പോവുകയും അത് മോഷ്ടിച്ച കുറ്റത്തിന് കല്ലു ഡോമിനെ ഭഗവാൻ ശിവൻ ശപിക്കുകയും ചെയ്തു. അങ്ങനെ ശാപമോക്ഷത്തിനായി ഭഗവാനെ കരഞ്ഞ് പ്രാർത്ഥിച്ച കല്ലു ഡോമിന് പാർവതീദേവിയുടെ നിർദ്ദേശപ്രകാരം ശാപം അനുഗ്രഹമാക്കി കൊടുക്കുകയുമായിരുന്നു. കാശിയിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാനുള്ള ചുമതലയും നൽകി. നീയും നിന്റെ തലമുറയും ഇന്നു മുതൽ ഡോം രാജ എന്ന പേരിൽ അറിയപ്പെടുമെന്നും ഇവിടെ സംസ്കരിക്കപ്പെടുന്നവരുടെ ചെവിയിൽ ഞാൻ തന്നെ താരകമന്ത്രം ഓതിക്കൊടുത്ത് അവരെ മോക്ഷത്തിലേക്ക് നയിക്കുമെന്നും അനുഗ്രഹിച്ച ഭഗവാൻ ഒരു ദിവ്യാഗ്നി പകർന്ന് കല്ലൂഡോമിന് കൊടുക്കുകയും ലോകാവസാനത്തോളം നിന്റെ തലമുറകൾ ഈ അഗ്നി കെടാതെ സൂക്ഷിക്കണമെന്നും ഓരോ ചിതയിലേക്കും ഈ അഗ്നിയിൽ നിന്ന് തന്നെ വേണം അഗ്നി പകരാനെന്നും അനുഗ്രഹിച്ചു. ഇതൊരു കഥയായിരിക്കാം. എങ്കിലും തങ്ങളുടെ പൂർവികനായ കല്ലൂഡോമിനെ പ്രാർത്ഥിച്ചതിന് ശേഷമേ ഇവർ കർമ്മങ്ങൾ ആരംഭിക്കൂ. സംസ്കാരത്തിന് മുൻപ് മൃതദേഹങ്ങൾ ഗംഗയിൽ കുളിപ്പിക്കണം. പിന്നീട് ഡോം രാജ പകർന്നു നൽകുന്ന അഗ്നിയും ആദ്യത്തെ 5 മരക്കഷ്ണങ്ങളും ഉപയോഗിച്ച് ചിതയൊരുക്കി അഗ്നി പകരും. മരിച്ചവരുടെ നെറ്റിയിലോ കണ്ണുകളിലോ കയ്യിലോ ഒരു നാണയം വയ്ക്കുന്ന പതിവുണ്ട്. യമലോകത്തേക്ക് കടക്കുന്നതിന് മുൻപുള്ള ഭയാനകമായ വൈതരണി നദി അനായാസമായി കടത്തിവിടുന്നതിനുള്ള കടത്തുകൂലി എന്ന സങ്കല്പമാണത്ര ഇത്. മറ്റു പലയിടങ്ങളിലും ഇത് പതിവുമുണ്ട്. ഇതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു ശബ്ദം കേൾക്കാം. ഇത് ഭൗതിക ശരീരത്തിൽ നിന്നുള്ള ബോധത്തിൻ്റെ രക്ഷപ്പെടലിനെയും മോചനത്തെയും സൂചിപ്പിക്കുന്നു. ഈ സമയത്ത് കപാലക്രിയ എന്നൊരു ചടങ്ങുണ്ട്. പിന്നീട് സംസ്കാരക്രിയ ചെയ്യുന്നയാൾ ഒരു മൺകുടത്തിൽ ജലം നിറച്ച് ദ്വാരമിട്ട് ചിതയ്ക്ക് പ്രദക്ഷിണം വെച്ച് ആ കലം തിരിഞ്ഞു നോക്കാതെ പുറകിലേക്കെറിയും. ഇതോടെ ആ ശരീരത്തിലെ സകല ഭൗതിക ബന്ധങ്ങളും അവസാനിച്ചു എന്നാണ് അർത്ഥം. പിന്നീട് വിറകിട്ട് ചിത കൂട്ടിവെച്ച് ദഹനം പൂർത്തിയാക്കുന്നു. പൂർണ്ണമായും ദഹിച്ചു കഴിഞ്ഞാൽ ഗംഗയിലെ ജലം തളിച്ച് ചിത കെടുത്തിയതിനു ശേഷം ചിതാഭസ്മം ഗംഗയിൽ നിമജ്ജനം ചെയ്ത് ബന്ധുക്കൾ കുളിച്ചു കയറുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കുന്നു. അർദ്ധരാത്രിക്ക് ശേഷം മണികർണികയിലെ ചിതാഭസ്മം ശേഖരിച്ച് വെളുപ്പിന് 3 മണിക്ക് കാശി വിശ്വനാഥനെ അഭിഷേകം ചെയ്യുന്ന ഒരു പതിവുമുണ്ടത്രേ. കാശിയിൽ ചെന്നാൽ ഭസ്മവും ഗംഗാജലവും നാട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നാണ് നിയമം. കാരണം കാശിയിലെ ഏത് ഭസ്മവും ചിതാഭസ്മമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ അവിടുത്തെ ഗംഗാജലം പിതൃകർമ്മങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ എന്നും പറയുന്നു. പക്ഷേ കാശിയിൽ ദർശനം നടത്തി ഗംഗാജലം ശേഖരിച്ച് രാമേശ്വരത്ത് കൊണ്ടുപോയി അഭിഷേകത്തിന് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അതിന് പിന്നിലുള്ള ഒരു കഥ ഇങ്ങനെയാണ്. ശ്രീരാമദേവൻ രാവണവധത്തിന് ശേഷം ബ്രഹ്മഹത്യാപാപം തീർക്കുന്നതിനായി രാമേശ്വരത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജ നടത്താൻ തീരുമാനിക്കുകയും അതിനായി കാശിയിൽ പോയി സ്വയംഭൂവായ ഒരു ശിവലിംഗം കൊണ്ടുവരാൻ ഹനുമാനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അതനുസരിച്ച് ഹനുമാൻ കാശിയിൽ ചെന്നപ്പോൾ ആ ഒരു സ്ഥലം മുഴുവനും ശിവലിംഗങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതാണ് കണ്ടത്. അതിനിടയിൽ നിന്നും സ്വയംഭൂവായ ശിവലിംഗം കണ്ടെത്താനാവാതെ ഹനുമാൻ വിഷമിച്ചു നിന്നപ്പോൾ ഗരുഡൻ ആ സ്വയംഭൂ ശിവലിംഗത്തിന് ചുറ്റും പറന്ന് ലിംഗം കാണിച്ചു കൊടുത്തു. ആ സമയം ഗൗളി ശിവലിംഗത്തിനടുത്തിരുന്ന് ചിലച്ച് ശകുനം കാണിക്കുകയും ചെയ്തു. പക്ഷേ ശിവലിംഗം എടുക്കാൻ തുടങ്ങിയ ഹനുമാനെ കാലഭൈരവൻ തടയുകയും ഇരുവരും തമ്മിൽ ഘോര യുദ്ധം നടക്കുകയും ചെയ്തു. അവസാനം ദേവന്മാരുടെ അപേക്ഷയെ മാനിച്ച് ഭൈരവൻ ഹനുമാനെ ശിവലിംഗം എടുക്കാൻ അനുവദിച്ചു. പക്ഷേ ഗരുഡനും പല്ലിയും ഹനുമാനെ സഹായിച്ചതിനാൽ ഗരുഡനെ കാശിക്ക് 45 മൈൽ ചുറ്റളവിൽ പറക്കുന്നത് വിലക്കുകയും ഗൗളികൾ കാശിയിൽ ചിലയ്ക്കാൻ പാടില്ല എന്നും ഭൈരവൻ നിർദ്ദേശിച്ചു. ഈ ഐതിഹ്യത്തിൽ നിന്നാവാം കാശി വിശ്വനാഥനെ തൊഴുത് രാമേശ്വരത്തേക്ക് പോകുന്ന ഭക്തജനങ്ങൾ ഗംഗാജലം കൊണ്ടുപോയി രാമേശ്വരത്ത് അഭിഷേകം നടത്തുന്ന പതിവ് തുടങ്ങിയത്. സംസ്കാരത്തിന് ശേഷം ഗംഗയിൽ ഒഴുകുന്ന ചാരത്തിൽ നിന്നും മരിച്ചയാൾ ധരിച്ചിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ, അതായത് സ്വർണ്ണപ്പല്ല്, മോതിരം തുടങ്ങിയ വസ്തുക്കൾ ശേഖരിക്കുന്നതിനായി ഗംഗയിൽ മുങ്ങിത്താഴ്ന്ന് ഈ ചാരമടങ്ങിയ മണൽ ശേഖരിച്ച് കുട്ടയിൽ അരിച്ചെടുക്കുന്ന മറ്റൊരു വിഭാഗം ഡോമുകളെയും കാണാം. ജീവിതവും മരണവും ഒരേ സമയം കാണാമെന്ന ആ അപൂർവതയും മണികർണികയ്ക്കുണ്ട്. മുടി കരിയുന്നതിൻ്റെ ഗന്ധമാണ് ഏറ്റവും അസഹനീയം എന്ന് ഡോമുകൾ പറയുന്നു. അവരുടെ ജോലി അത്ര എളുപ്പമുള്ള ഒന്നല്ല. അതുകൊണ്ട് തന്നെ മദ്യപാനവും ലഹരി ഉപയോഗവും ഇവർക്ക് സ്ഥിരമായി ഉണ്ടാവും. ബോധമണ്ഡലത്തെ മറക്കുന്നതിന് വേണ്ടിയാണത്. അതില്ലാതെ ഇത് ചെയ്യുക സാധ്യമല്ല എന്നാണ് അവർ പറയുന്നത്.
ഈ ചിതയിൽ നിന്നും പുറത്തെടുക്കുന്ന കത്തുന്ന വിറകിൽ പാചകം ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഒരു ആചാരമാണ്. ഈ മണികർണികാഘട്ടുമായി ബന്ധപ്പെട്ട് മാസാൻ ഹോളി എന്നൊരു ആഘോഷമുണ്ട്. പക്ഷേ നിറങ്ങൾക്ക് പകരം വാരി പൂശുന്നത് മണികർണികാഘട്ടിലെയും ഹരിശ്ചന്ദ്രഘട്ടിലെയും ചിതാഭസ്മമാണെന്ന് മാത്രം. കൂടെ ചുവന്ന ഗുലാലും. വാരാണസിയിൽ രംഗ്ഭാരി ഏകാദശി മുതൽ 6 ദിവസം ഇവിടെ ഹോളി ആഘോഷിക്കുന്നു. ഇതിൻ്റെ 2ാം ദിവസമാണ് മാസാൻ ഹോളി ആഘോഷിക്കുന്നത്. ഭഗവാൻ ശിവൻ തൻ്റെ അനുയായികൾക്കൊപ്പം ഈ ദിനം 2 ഘട്ടിലും വിചിത്രമായ ഈ ഹോളി ആഘോഷിക്കുന്നു എന്നതാണ് ഇതിൻ്റെ വിശ്വാസം. പണ്ടുകാലത്ത് സന്യാസിമാരും അഘോരികളും മാത്രമായിരുന്നു ഈ രീതിയിൽ ഹോളി ആഘോഷിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഒരുപാട് ആളുകൾ ഇതിൽ പങ്കുചേരാറുണ്ട്. ഈ ആഘോഷങ്ങൾക്കിടയിലെ ഒരു പ്രധാന വസ്തുവാണ് ഭാങ്. ഈ ആഘോഷങ്ങൾക്ക് മുൻപ് മണികർണികാഘട്ടിലെ മഹാശ്മശാനനാഥന് ഭാങ്, കഞ്ചാവ്, പഴങ്ങൾ, പൂക്കൾ മുതലായവ സമർപ്പിച്ച് ഒരു പ്രത്യേക പൂജയും പതിവുണ്ട്. ഈ കത്തുന്ന ചിതകൾക്കിടയിലാണ് ഈ ആഘോഷം എന്നതും ഓർക്കണം. ചിതകളിൽ നിന്നുള്ള പുകയുടെയും ശ്മശാനഘട്ടിലെ കത്തുന്ന മൃതദേഹങ്ങളിൽ നിന്നുള്ള പൊട്ടൽ ശബ്ദങ്ങളുടെയും ഇടയിൽ നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും അകമ്പടിയോടെ മാസാൻ ഹോളി ആഘോഷിക്കും. ഇതുകൂടാതെ ഈ ഘട്ടിൽ വിചിത്രമായ മറ്റൊരു ആഘോഷം കൂടിയുണ്ട്. എല്ലാ വർഷവും ചൈത്ര നവരാത്രിയുടെ 7ാം രാത്രിയിൽ നഗരവധുക്കൾ എന്ന് വിളിക്കുന്ന തൊഴിലാളികൾ ക്ഷേത്രം വൃത്തിയാക്കിയതിനു ശേഷം ശ്മശാനദേവന് പ്രാർത്ഥനകൾ നടത്തുന്നു. മതപരമായ അവരുടെ ആചാരങ്ങൾക്ക് ശേഷം ശ്മശാനഭൂമിയുടെ അധിപനോടുള്ള ആദരസൂചകമായി കത്തുന്ന ചിതകൾക്കിടയിൽ ഒരു താൽക്കാലിക വേദിയുണ്ടാക്കി അവർ നൃത്തവും സംഗീതവും അവതരിപ്പിക്കുന്നു. 16ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയ ഒരു ആചാരമാണിത്. 16ാം നൂറ്റാണ്ടിൽ രാജാ മാൻസിംഗ് ദശാശ്വമേധഘട്ടിന് സമീപം മാൻമന്ദിർ നിർമ്മിച്ചപ്പോൾ കൂടെ ഇവിടുത്തെ ശ്മശാനനാഥ ക്ഷേത്രവും നവീകരിച്ചിരുന്നു. അതിനുശേഷം പ്രാദേശിക പാരമ്പര്യമനുസരിച്ച് പുനരുദ്ധാരണത്തിന് ശേഷം അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്മശാനനാഥന് മുൻപിൽ മണികർണികാഘട്ടിൽ കലാപരിപാടികൾ നടത്താൻ തീരുമാനിച്ചുവെങ്കിലും പക്ഷേ മൃതദേഹം സംസ്കരിക്കുന്ന ഈ സ്ഥലത്ത് വെച്ചുള്ള ഈ പരിപാടികളിൽ പങ്കെടുക്കാൻ ഒരു കലാകാരന്മാരും തയ്യാറായില്ല. എന്നാൽ രാജാവിൻ്റെ ഈ ഒരു ആവശ്യം ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായത് നഗരവധുക്കൾ എന്ന് വിളിക്കുന്ന ജനങ്ങൾ ഏറ്റവും വെറുക്കുന്ന നഗരത്തിലെ തൊഴിലാളികളായിരുന്നു. അവർ രാജാവിൻ്റെ മാനം കാത്തു. ഗംഭീരമായി നൃത്തവും സംഗീതവുമൊക്കെ അവതരിപ്പിച്ചു. പിന്നീട് അതൊരു തുടർച്ചയായി. 400 വർഷത്തിലേറെയായി ഈ ഒരു ആഘോഷം മണികർണികയിൽ ഈ ദിനം നടക്കുന്നു. ഇന്നും നഗരത്തിലെ വധുക്കൾ തലമുറയായി ഇത് പിന്തുടർന്നു വരുന്നു. തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് സ്വയം ചതുപ്പ് നിലത്തിലേക്ക് എറിയപ്പെട്ട ഉത്തരേന്ത്യയിലെ ഏതൊരു നഗരവധുവും വർഷം മുഴുവൻ കാത്തിരിക്കുന്നത് ഈ ഒരു ദിനത്തിനു വേണ്ടിയാണ്. കാരണം ബാബയുടെ കൊട്ടാരത്തിൽ നൃത്തനൃത്യങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ ഈ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന അവസ്ഥകളും നരകയാതനകളും ഒരിക്കലും അനുഭവിക്കേണ്ടി വരരുതേ എന്ന പ്രാർത്ഥനയ്ക്കായി ഒരവസരം കിട്ടുന്നതിനു വേണ്ടി. വെറും ശരീരത്തിനുമപ്പുറം ഒരസ്തിത്വം തങ്ങൾക്കുണ്ട് എന്ന് സമൂഹത്തിനെ കാണിച്ചു കൊടുക്കുന്ന ഒരാഘോഷവും പ്രാർത്ഥനയുമാണ് നഗരവധുക്കളുടെ ഈ ആഘോഷം. ചൈത്ര നവരാത്രിയുടെ സപ്തമി തിഥിയിൽ നടക്കുന്ന ഈ ആഘോഷം ശ്മശാനനാഥ ബാബയുടെ വാർഷിക ശൃംഗാര ചടങ്ങ് എന്നാണ് അറിയപ്പെടുന്നത്. കോപാകുലനായ ശിവനെ സമാധാനിപ്പിക്കാൻ പാർവതീദേവി തന്നെ ശ്മശാനത്തിലേക്ക് നേരിട്ട് വരുന്നു എന്നുള്ള സങ്കല്പവുമുണ്ട്. ശ്രീരാമകൃഷ്ണനൊപ്പമുള്ള യാത്രകൾ എന്ന പുസ്തകത്തിൽ സ്വാമി പ്രഭാനന്ദ ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസന് കാശിയിൽ വെച്ചുണ്ടായ ഒരു അനുഭവം പറയുന്നുണ്ട്. ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസനും ശിഷ്യന്മാരും കാശിയിലുണ്ടായിരുന്ന ഒരു കാലം. ഒരു ദിവസം ഗംഗാനദിയിലൂടെ വള്ളത്തിൽ സഞ്ചരിക്കുന്ന ആ സമയത്ത് മണികർണികാഘട്ടിനോടടുക്കും തോറും ചിതകളിൽ നിന്നുള്ള പുക ഉയരുന്നത് കാണാമായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് വിചിത്രമായ ഒരു ദർശനം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുമുണ്ട്. ഞങ്ങളുടെ വള്ളം ഗംഗാനദിയിലെ മണികർണികാഘട്ട് കടന്നു പോകുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ദർശനം ലഭിച്ചു. ബോട്ടിൻ്റെ അരികിൽ നിന്ന് ഞാൻ ഒരു സമാധി അവസ്ഥയിലേക്ക് പോയി. ഇത് കണ്ട ആളുകൾ എന്നെ പിടിച്ചിരുത്തി. കണ്ട കാഴ്ച അമ്പരപ്പിക്കുന്നതായിരുന്നു. വേദങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ ഗംഗാനദിയുടെ തീരത്ത് സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു ശിവനഗരം. അവിടെ ഒരു ഭാഗത്ത് നഗരത്തിലെ മഹത്തായ ഒരു ശ്മശാനഘട്ടം. ആ ശ്മശാനഘട്ടത്തിൽ തവിട്ട് നിറമുള്ള നീണ്ട മുടിയോടുകൂടി ഉയരമുള്ള ഒരു വെളുത്ത രൂപം ഗൗരവത്തോടെ ഓരോ ചിതയെയും സമീപിച്ച് ഓരോ ശരീരവും ശ്രദ്ധാപൂർവം ഉയർത്തി പരമോന്നതമായ താരകമന്ത്രം അതിൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്നതായി കണ്ടു. അത് മറ്റാരുമല്ല, സാക്ഷാൽ പരമശിവൻ തന്നെയായിരുന്നു. ചിതയുടെ എതിർവശത്തിരുന്നുകൊണ്ട് മാതാ പാർവതീദേവി ഓരോ ശരീരത്തെയും ബന്ധിച്ചിരിക്കുന്ന സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ സംസാരബന്ധമെന്ന മായാവലയങ്ങളെ നീക്കം ചെയ്ത്
ഓരോ ആത്മാവിനെയും സ്വതന്ത്രമാക്കുന്നു. ധ്യാനത്തിൽ നിന്നുണർന്നതിന് ശേഷം അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണിവ. വാരാണസിയിൽ മരിക്കാൻ വേണ്ടി ആളുകൾ വന്ന് താമസിക്കുന്ന ഗസ്റ്റ് ഹൗസുകൾ പോലുമുണ്ട്. പക്ഷേ ഒരാൾക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അവിടെ തങ്ങാൻ പറ്റൂ. അവർ അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ മരണം സംഭവിച്ചില്ലെങ്കിൽ മാറി താമസിക്കണം. അതിലേറ്റവും പ്രധാനം കാശീലാഭ് മുക്തിഭവൻ എന്ന സ്ഥാപനമാണ്. മുമുക്ഷു ഭവൻ, ഗംഗാലാഭ് എന്നിവയാണ് മറ്റുള്ള ചില സ്ഥാപനങ്ങൾ. ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരാറുണ്ട്, ആംബുലൻസിലും ട്രെയിനിലും വിമാനത്തിലുമൊക്കെയായി. ആംബുലൻസിലല്ലാതെ ട്രെയിനിലും ഫ്ലൈറ്റിലും കൊണ്ടുവരുന്നവരെ സഹായിക്കാനായി ടാക്സികൾക്ക് പുറമെ ശവവാഹിനി എന്ന് വിളിക്കുന്ന മോർച്ചറി വാനുകളും ലഭ്യമാണ്. ഇത്തരത്തിലുള്ള മോർച്ചറി വാനുകൾ ധാരാളമായി ലഭിക്കുന്ന ലോകത്തിലെ ഏക വിമാനത്താവളവും വാരണാസിയിലേതാണ്. മൃതശരീരവുമേന്തി കൂട്ടമായി വരുന്ന ആളുകൾ രാം നാം സത്യഹേ സത്യബോലോ മുക്തിഹേ എന്ന് ഉറക്കെ ചൊല്ലിക്കൊണ്ടാണ് വരുന്നത്. കാശി പോലുള്ള ഒരു ശിവനഗരിയിൽ എന്താണ് അങ്ങനെ എന്ന് ചിന്തിച്ചിരുന്നു. അതിനൊരു കാരണമായി പറയുന്ന ഒരു കാര്യം ഇതാണ്. ശ്രീരാമൻ എന്നത് സത്യത്തിൻ്റെ മൂർത്തിഭാവമാണ്, മര്യാദാ പുരുഷോത്തമനാണ്, പരമോന്നത ദൈവവുമാണ്. കലിയുഗത്തിൽ രാമനാമം ചൊല്ലുന്നതിന് പ്രാധാന്യവുമുണ്ട്. രാം നാം സത്യഹേ, രാമൻ്റെ നാമം മാത്രമേ സത്യമായിട്ടുള്ളൂ. ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും ജനനമരണ സത്യം അംഗീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ സത്ത അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തു നിന്നും ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. ലോകത്തിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുകയുമില്ല. അവന് അല്ലെങ്കിൽ അവൾക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം ഇവിടെ തന്നെ അവശേഷിക്കും. നമ്മുടെ കർമ്മഫലങ്ങൾ മാത്രമേ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കാരണം കർമ്മങ്ങൾ ശ്രീരാമനെ പോലെ അനശ്വരമാണ്. അതിനാൽ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്യുക, അത് മാത്രമാണ് മോക്ഷം നേടാനുള്ള ഏക മാർഗം. രാം നാം സത്യഹേ സത്യബോലോ മുക്തിഹേ. സത്യത്തിൽ ഈ ചൊല്ലൽ മരിച്ചയാൾക്ക് വേണ്ടിയല്ല, മരിച്ചയാളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ കാഴ്ച കാണുന്നവർക്കും കേൾക്കുന്നവർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. പക്ഷേ ഈ മന്ത്രം ഇത്തരമൊരു സന്ദർഭത്തിൽ മാത്രമേ ചൊല്ലാറുള്ളൂ. അതായത് വിവാഹം പോലുള്ള മറ്റു കാര്യങ്ങൾക്ക് ചൊല്ലാറില്ല എന്നർത്ഥം. പുരാണങ്ങളിൽ ശിവനെ ശ്മശാനവാസിയായിട്ടാണ് പറയുന്നത്. ഒരിക്കൽ പാർവതീദേവി മഹാദേവനോടൊരു കാര്യം ചോദിച്ചു. അങ്ങ് എന്തിനാണ് ഈ ശ്മശാനഭൂമിയിൽ ചുറ്റിത്തിരിയുന്നത്? ഭഗവാൻ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൻ്റെ സംഹാരശക്തി ഞാനാണ്. ആളുകൾ മരിക്കുമ്പോൾ അവർ രുദ്രഭൂമിയിലേക്ക് പോകുന്നു. എന്നിരുന്നാലും ഈ ലോകത്തിലെ ഓരോരുത്തരും മായയിലും ഭൗതിക നേട്ടങ്ങളിലും ബന്ധങ്ങളിലും പൂർണ്ണമായും മുഴുകിയിരിക്കും. അവനവനിൽ കുടികൊള്ളുന്ന ഈശ്വരനെ ഒരിക്കലും തിരിച്ചറിയാറില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ മോക്ഷത്തിലേക്ക് എത്താം എന്ന് ചിന്തിക്കാറുമില്ല. ശുദ്ധമായ ഭക്തിയോടെയല്ല അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, മറിച്ച് തനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് അപേക്ഷിക്കാനാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ എല്ലാ ബന്ധുക്കളും 11 ദിവസത്തിനകം അയാളെ ഉപേക്ഷിച്ച് അയാൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പണം എങ്ങനെ പങ്കിടാമെന്ന് ആലോചിച്ചു തുടങ്ങും. പക്ഷേ അയാൾ ഉണ്ടായിരുന്ന അതേ മായാലോകത്താണ് തങ്ങളും ഇപ്പോൾ എന്ന് അവർ ഒരിക്കലും ചിന്തിക്കാറുമില്ല. ഇതൊക്കെ കണ്ട് അവൻ്റെ ആത്മാവ് ഹൃദയം നുറുങ്ങുന്ന വിധത്തിൽ കരയുന്നു. ജീവിച്ചിരിക്കുന്ന സമയം ഈശ്വരൻ്റെ അനുഗ്രഹവും മോക്ഷത്തിലേക്കുള്ള പുരോഗതിയുമാകുന്ന യഥാർത്ഥ സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുകയോ സമ്പാദിക്കുകയോ ചെയ്യാതിരുന്നതിനാൽ തൻ്റെ ജീവിതം എത്രമാത്രം പാഴായെന്നും അർത്ഥശൂന്യവുമാണെന്ന് അവൻ വിലപിക്കുന്നു. അവൻ ആ രുദ്രഭൂമിയിൽ ഒറ്റയ്ക്ക് ഭയന്ന് തകർന്ന് ഒരാശ്രയത്തിനായി വിലപിക്കുന്നു. അതുകൊണ്ടാണ് ഞാനും അവിടെ താമസിക്കുന്നത്, അവൻ ഒറ്റയ്ക്കല്ലെന്ന് ഉറപ്പാക്കാൻ, അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അവന് ജ്ഞാനം നേടാൻ ഞാൻ വീണ്ടും ഒരവസരം നൽകുമെന്ന് അവനോട് പറയാൻ. എല്ലാത്തിനുമുപരി ഈ സൃഷ്ടിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും മാതാപിതാക്കളായ നമ്മൾ. അതിനാൽ ഒരു പിതാവെന്ന നിലയിൽ മുറിവേറ്റതും വേദനിക്കുന്നതുമായ കുട്ടിയെ എന്നിലേക്കെത്താൻ സഹായിക്കേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ രുദ്രഭൂമിയാകുന്ന ഈ മഹാശ്മശാനത്തിൽ വസിക്കുന്നത്. അതും പറഞ്ഞ ഭഗവാൻ എരിഞ്ഞു തീർന്ന ഒരു ചിതയിലെ ഭസ്മമെടുത്ത് ദേഹത്തേക്ക് ചാർത്തി. ഞാൻ നിന്നെ എന്നിലേക്ക് ലയിപ്പിച്ചിരിക്കുന്നു എന്ന മട്ടിൽ. സംഹാരത്തിന് ദേവനായ മഹാദേവൻ ലൗകിക കാര്യങ്ങൾക്കും അപ്പുറത്താണ്. നമ്മുടെ ജീവിതം അവസാനിക്കുന്നിടത്തു നിന്നാണ് ശിവലോകം തുടങ്ങുന്നത്. ജീവിതത്തിൻ്റെ ആത്യന്തികമായ സത്യം ഭസ്മമായതിനാലാണ് ഭഗവാൻ തൻ്റെ ശരീരത്തിൽ ഭസ്മം ധരിക്കുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാകുന്ന ഏക ഈശ്വരനും മഹാദേവനാണ്.
ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് മണികർണികാഘട്ടിന് മുമ്പിലിരിക്കുമ്പോഴാണ് ആ ശബ്ദം കേൾക്കുന്നത്. രാം നാം സത്യഹേ സത്യബോലോ മുക്തിഹേ. മണികർണികാഘട്ടിൻ്റെ ഇടനാഴിയിലൂടെ പട്ടിൽ പൊതിഞ്ഞ ഒരു മൃതശരീരം ഘോഷയാത്രയെ കൊണ്ടുവരികയാണ്. ഇന്നലെ വരെ ആരുടെയോ ആരൊക്കെയോ ആയിരുന്ന ആൾ ഇന്ന് ജാതിയും മതവും സ്വന്തവും ബന്ധവും സ്വത്തും സകലതും ഉപേക്ഷിക്കപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഒരുപിടി ചാരം മാത്രമായി തീരാൻ പോകുന്നു. ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നതല്ല എന്ന മട്ടിൽ നടക്കുന്ന മനുഷ്യരെ നോക്കി മണികർണികയിൽ അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾ ഉറക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു.